എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു മീൻകണി ഉണ്ടാക്കാൻ പോവാണേ. M4Techലെ ജിയോയുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മീൻകണി ഉണ്ടാക്കുന്നത്. മീൻപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇതുവരെ നേരാമണ്ണം ഒരു മീൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. ചെറുപ്പത്തില് ഈ പരൽ മീനുകളൊക്കെ പിടിച്ചതല്ലാണ്ട് വേറെ മീനുകളൊന്നും പിടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് വമ്പൻ മീനുകളെ പിടിക്കാൻ പറ്റുമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ഇന്ന് മീൻകണി ഉണ്ടാക്കിയിട്ട് പുഴയിലോട്ടൊന്ന് പോയി നോക്കാൻ പോവാം. അപ്പൊ നമ്മൾ ഈ മീൻകണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പുഴയിൽ പോയി മീൻ പിടിക്കാം. അപ്പൊ നമ്മൾ ഇത് കൂട്ടി ഒരു സിലിണ്ടർ പോലെ ആക്കിയിട്ട് ഇതിനകത്ത് കേബിൾ ടൈ വെച്ച് ജോയിൻ ചെയ്യണേ. വളരെ സിമ്പിളും പവർഫുള്ളുമായ മീൻകണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പവർഫുൾ ആണെന്ന് മീൻ കിട്ടിക്കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. സിമ്പിളാണ് ഇപ്പത്തേക്ക്. ഇനി പവർഫുൾ ആണോ എന്ന് മീൻ കിട്ടിക്കഴിഞ്ഞു പറയാം. ഈക്വൽ ഡിസ്റ്റൻസ് സ്ഥലം കണ്ടുപിടിച്ചേ പിള്ളേർക്കുള്ള ജോലിയാണ്. പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മുടെ സിലിണ്ടർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഫണലും പിന്നെ ഇതിന്റെ മറ്റേ സൈഡ് കവർ ചെയ്യാനുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഫണൽ ഭാഗം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ജിയോ ആണെങ്കിലോ വേറെ പല ബ്ലോഗേഴ്സ് ആണെങ്കിലും ഈ ഫണൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ കുറെ നേരം നോക്കി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അത് വെട്ടിയെടുക്കാൻ പോവാണ്. ഞാൻ നെറ്റ് മേടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സിലിണ്ടറിന് വേണ്ടിയിട്ട് 1 മീറ്റർ 20 സെന്റിമീറ്റർ നെറ്റാണ് മേടിച്ചത്. പിന്നെ ഈ ഫണൽ ഭാഗം ഉണ്ടാക്കാനും പിന്നെ അതിന്റെ ബാക്ക് സൈഡ് കവർ ചെയ്യാൻ എത്ര വേണമെന്ന് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അതും ഒരു 1 മീറ്റർ 20 സെന്റിമീറ്റർ മേടിച്ചു. അത്ര വേണ്ട ശരിക്കും. അപ്പൊ ഞാനത് കുറച്ച് ബാക്കി വരും. മൊത്തം മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എത്ര വരുന്നെന്ന് പറയാം. അപ്പൊ അതിനനുസരിച്ച് ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ അതിന്റെ ഒരു കോർണർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ചുരുട്ടുന്നു. പൊടി കേബിൾ ടൈ, ചെറിയ കേബിൾ ടൈ, ചെറുതാ. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇനി ഞാൻ ഇതൊരു കേബിൾ ടൈ വെച്ച് ടൈ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പൊ കേബിൾ ടൈ വെച്ച് ഒന്ന് ചെറുതായി കെട്ടി വന്നിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള കുറച്ച് ഭാഗം ഉണ്ടാകുന്ന ആ ട്രയാങ്കിൾ പോലെയുള്ള ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്യാപ്പോട് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ കേബിൾ ടൈ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിന് മീൻ കയറാനുള്ള ഭാഗം വെട്ടി ഉണ്ടാക്കുവാണേ. അല്ലെങ്കിൽ ഇതിലോട്ട് സിലിണ്ടറിലോട്ട് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ കേബിൾ ടൈ എല്ലാം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി ഞാൻ ഈ ഫണലിന്റെ ഭാഗം കറക്റ്റ് സിലിണ്ടറിന്റെ വട്ടത്തിന് കണക്കാക്കിയിട്ട് വെട്ടിയെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി ചേർത്ത് കേബിൾ ടൈ ഇട്ട് കൊടുക്കാൻ പോകാം. ഒരു ഇച്ചിരി എക്സ്ട്രാ കൊടുത്തിട്ട് ഇങ്ങോട്ട് മടക്കിയാലോ. അപ്പൊ ഫണല് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ലെങ്ത് വെച്ചാൽ കട്ട് ചെയ്തത്. അത് അങ്ങോട്ട് മടക്കി കൊടുത്തു. ഇനി ഷാർപ്പായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അത് മടക്കി ഇനി ഇവിടെ നമ്മൾ കേബിൾ ടൈ ഇട്ട് പിടിപ്പിക്കാൻ പോവാണ്. അതുകൂടാതെ ഈ സിലിണ്ടറിന്റെ സൈഡിലുള്ള കേബിൾ ടൈ എല്ലാം കട്ട് ചെയ്യാനും പോവാം. ഫണല് കേബിൾ ടൈ വെച്ച് കെട്ടിക്കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ഉള്ള കേബിൾ ടൈ എല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പൊ മീൻകണിയുടെ ബാക്ക് സൈഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതുകൂടെ നമ്മൾ ചേർത്ത് വെച്ച് കേബിൾ ടൈ വെച്ച് കെട്ടാൻ പോവാണ്. അതിന് ഞാൻ പകുതി ഭാഗം കേബിൾ ടൈ വെച്ച് കെട്ടാണ്, ബാക്കി കെട്ടുകമ്പി വെച്ചാൽ കെട്ടുന്നത്. അപ്പൊ നമ്മൾ മീൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ലെങ്ത് ഇട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളത് സൈഡിലേക്ക് മടക്കി വെക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ 2 ഭാഗം കേബിൾ ടൈ വെച്ച് ബാക്ക് സൈഡ് കെട്ടി. ഇനി നമ്മൾ എക്സ്ട്രാ ഉള്ള കേബിൾ ടൈ മുറിച്ച് കളയാണ്. ഇനി ഒരു 1/3 ഭാഗം നമ്മൾ മീൻ കിട്ടിയാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാകത്തിന് വെച്ചിരിക്കുന്നത്. നമുക്ക് കൈയിട്ട് മീൻ എടുക്കാൻ പാകത്തിന്. അപ്പൊ ഈ ഭാഗം നമ്മൾ നൂൽക്കമ്പി വെച്ചാണ് കെട്ടുന്നത്. അപ്പൊ നമ്മുടെ കെണിയും റെഡിയായി. 2 അറ്റത്ത് കയറൊക്കെ ഇട്ട് കെട്ടി നമ്മളിത് ഇറക്കാൻ പാകത്തിന് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചരട് അത്യാവശ്യം നീളോട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിൽ വെക്കാനുള്ള തീറ്റയും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് പുഴയിലോട്ട് ഇറക്കിയിടാം. അപ്പൊ ഇതിന്റെ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ്, പിന്നെ അമ്മച്ചിയുടെ സ്പെഷ്യൽ നാടൻ മുട്ട, മീൻ പിടിച്ചിട്ട് വന്നില്ലെങ്കിൽ കിട്ടും നാടൻ മുട്ട എടുത്തേനെ, പിന്നെ കുറച്ച് കാലിത്തീറ്റ, പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കുഴയ്ക്കാൻ പോകണം. അപ്പൊ ഞങ്ങള് മീൻകണി വെക്കാൻ പോവാട്ടോ.
ഏകദേശം 4:30 ഒരു ഇരുട്ട് പോലെ തോന്നുന്നതാണ്. 4:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ചേരം ഇട്ട് നോക്കുകയാണല്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ വീണ്ടും ഒരു പരിശ്രമം നടത്തുന്നതാണ്. അത് തന്നെ. ഫുള്ള് തെളിച്ചു കൊടുത്തിട്ട് ഇനി 10 ദിവസം തേച്ചെടുത്തിട്ട് അകത്ത് ഈ ഭാഗത്താണ് ഇടുന്നത്. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മിന്നുന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്താ? ഓ, ഫിഷിനുള്ള തീറ്റയാണോ? ഞങ്ങളുടെ പുഴയുടെ അവസ്ഥ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കരയായി മാറിയ പുഴ. അപ്പൊ അതെ ഞങ്ങള് അങ്ങനെ മീൻ പിടിക്കാൻ പോവാ. ഇവിടെ ഇട്ട കൊഞ്ചും പരൻമീനും കിട്ടുമെന്ന് പറഞ്ഞ മിന്നും പോളി അവിടെ സങ്കടപ്പെട്ടിരിക്കും. ഇങ്ങോട്ടേക്ക് ഇവിടെ മണ്ണ് ചതുപ്പ് പോലെയാണ്. ഇവിടെ ചിലപ്പോ ചവിട്ടിയെ കുറച്ച് താഴും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയാക്കും രണ്ടുപേരെ. അവസാനം തെന്നി അടിച്ച് പുഴയെ വീഴും. അപ്പൊ നമ്മള് 2 ഗോതമ്പുണ്ടല്ല മൈദ ഉണ്ട് അതിനകത്തിട്ടു. ഇനി നമ്മള് കുറച്ച് ഇതിന്റെ ഭാഗത്തൊക്കെ തേച്ചു കൊടുക്കാം. മീനുകളെ ആകർഷിച്ചു. കൊഞ്ചും ഇതൊക്കെ തിന്നുമായിരിക്കും. അപ്പൊ പുഴയിലെ എന്റെ ആദ്യത്തെ മീൻ പിടിക്കലാണ്. അപ്പൊ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പുഴയിലേക്ക് ഇറക്കണത്. ഇനി കാണുന്നില്ല കേട്ടോ മീനൊന്നും. ഇവിടെ ഇട്ടാ കൊഞ്ച് കിട്ടുമെന്ന് ഇപ്പൊ രണ്ടുപേരും പറഞ്ഞു. എന്നാ പിന്നെ ഇട്ടാന്. അപ്പൊ ഒരു കുറ്റി അടിച്ച് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇത് പോളിയുടെ കുഞ്ഞിക്കിണിയാണോ? പോളിക്കൊരു കണി ആണോ പോളി? പോളിയുടെ കണി. ഇതിവിടെ ഓരോരുത്തർ മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി ചെയ്ത സെറ്റപ്പ് എന്തോ കേട്ടോ. ഇതിന്റെ പരിസരം ഒന്നും നോക്കണ്ട. അതിപ്പോ വെള്ളപ്പൊക്കത്തില് പ്ലാസ്റ്റിക് മൊത്തം വന്ന് അടിഞ്ഞു കൂടി നാശമായി കിടക്കുക. ഇവിടെ വന്ന് ഇരുന്ന് വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. സ്ഥലം മാറ്റിയിടാൻ പോവാണ്. വരുന്നില്ല, ഒന്നും വന്നില്ല പ്രദേശത്ത്. അപ്പൊ നമ്മൾ ഇച്ചിരി സ്ഥലം മാറ്റിയിടാൻ പോവാ. അപ്പൊ ആ ഭാഗത്ത് മീനൊന്നും കാണാനേ ഇല്ല. അതല്ല നമ്മൾ ആദ്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ മാറ്റി മറച്ചൊക്കെ ഇട്ടാണ് ഞങ്ങൾ പരീക്ഷിക്കുക. അവിടെ സൈഡിൽ ഇറക്കി ഇട്ടാ മതി. അവിടെ ഇട്ടാ മതി. ഒത്തിരി നീട്ടി ഇടണമെന്നൊന്നുമില്ല. ഈ കൊഞ്ചൊക്കെ സൈഡോട് ചേർന്നുണ്ടാവും. നമ്മുടെ കെണി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ 3ാമത് സ്ഥലം മാറ്റി വെച്ചത് കറക്റ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. മീനൊക്കെ കേറുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നൊരു ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേറുന്ന കാണാറുന്നു. അപ്പൊ ഞങ്ങള് കുറച്ചുനേരം വീട്ടിൽ പോയി നിന്നിട്ട് വന്നിട്ട് നോക്കാം. ഇനി ഇവിടെ ഇങ്ങനെ അനക്കമുണ്ടായ മീൻ വരില്ല എന്ന് പറയണേ. അപ്പൊ ഇവരെ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മീൻ ഇനിയിപ്പൊ എങ്ങും വരില്ല. രണ്ടുപേരുടെ സൗണ്ട് കേട്ടിട്ട്. അപ്പൊ വീട്ടിൽ പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം. എന്തായാലും ഇരുട്ടായി. രാത്രി വന്ന് നോക്കാൻ പറ്റുള്ളൂ. ഇനി രാത്രി ഇനിയിപ്പോ അച്ചായി വരും. അച്ചായനെയും കൂട്ടി വന്ന് ഈ സാധനം എടുത്തിട്ട് വാ, മീനുണ്ടോ നോക്കാം. കൊഞ്ച് കയറുന്ന എല്ലാരും പറഞ്ഞേ. കൊഞ്ചിന് കിട്ടിയ കൊഞ്ചുണ്ട്. എല്ലാരും പറഞ്ഞ സ്ഥലം കൊഞ്ചിച്ചിരി ബാക്കിലാണ്. ആദ്യം ആ വെച്ച് 2 സ്ഥലത്ത് ഒരു മീൻ പോലും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മീനുകൾ അറ്റ്ലീസ്റ്റ് കയറാനെങ്കിലും തുടങ്ങിയത്. ഏട്ടൻ മീൻകണിയായിട്ട് വന്നിട്ടുണ്ട്. 2ാമത് വെച്ച മീൻകണി കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഈ പുഴയില് നമ്മള് കണ്ട M4Tech അവരെല്ലാം തോട്ടില് വെക്കണേ. പക്ഷെ ഇവര് പറഞ്ഞ പുഴയില് വെക്കുമ്പോ കുറച്ചുകൂടെ സ്ട്രോങ് ആയ മീൻകണി വെക്കണം. പിന്നെ ഈ തീറ്റ പുഴയില് പറ്റത്തില്ലാന്ന് അല്ലേ? പള്ളത്തികളാട്ടോ കൂടുതല്. ഇതാണ് നമ്മുടെ കിട്ടിയ പള്ളത്തി കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയത്. ഇതൊരു പരമീന്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീന്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ പുഴയിൽ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ഉള്ളിൽ വെച്ച് മൈദയൊക്കെ വെച്ച് കുഴച്ചിട്ട് തീറ്റയെല്ലാം ഒഴുകിപ്പോയി. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയ തീറ്റയൊക്കെ തിന്നുള്ള മീനുകളെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഇതിനെ ഇനി പിള്ളേർക്ക് ഫ്രൈ ആക്കി കൊടുക്കാം. പള്ളത്തിയും പിന്നെ ഒരു പള്ളത്തിയും പരലും. പള്ളത്തിയാണ് മുഴുവൻ കയറിയിരിക്കുന്നത്. ഒരെണ്ണം മാത്രം ഒരു വലിയ പരലൊരെണ്ണം കയറിയിട്ടുണ്ട്. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ചേട്ടന്മാരുണ്ട്. അവർ നോക്കിയിട്ടുണ്ട്. കെണിയെല്ലാം കറക്റ്റാണ്. സാധനം സെറ്റപ്പാണ്. അല്ല മഴഞ്ഞിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിച്ചിട്ട് പോകുന്നു പറഞ്ഞു. ഒരുവിധം മീഡിയം സൈസുള്ള മീനുകൾക്ക് വരെ കയറാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇത് എനിക്ക് അവർ പറഞ്ഞത് തോട്ടിലൊക്കെ ഇടാൻ ഇത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ പുഴയിലിടണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ കമ്പിയൊക്കെ വെച്ചിട്ട് ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആക്കേണ്ടി വരുന്നതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ മീൻ കൂട് ഉണ്ടാക്കലും പുഴയിലെ മീൻ പിടുത്തവും ഞങ്ങളുടെ ഈ കൊച്ചു മീൻ ചാകരയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ കേട്ടോ.
അപ്പൊ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.